മലയാളം ഇൻഡിസൈൻ ട്യൂട്ടോറിയലിൽ ഗ്രാഫിക്സും ടെക്സ്റ്റും ഒക്കെ എങ്ങനെയാണ് ഒരു പേജിൽ ഇമ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ചു. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് പേജ് നമ്പറിങ്ങിനെ കുറിച്ചാണ്. ഇത് ഒരു മൾട്ടി പേജ് ഡോക്യുമെന്റ് ആണ്. ഇത് ചിന്മയ വിദ്യാപീഠിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് ബുക്കാണ്. ചിന്മയ വിദ്യാപീഠ് ഇതൊരു 24 പേജുള്ള ഒരു പ്രോസ്പെക്ടസ് ബുക്കാണ്. സാധാരണയായി ബുക്കുകളും മാഗസിൻസും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ പേജ് നമ്പറിംഗ് അത്യന്താപേക്ഷിതമാണ്. അതിന് നമ്മൾ ഓരോ പേജിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 100 പേജുള്ള ബുക്കാണെങ്കിൽ നമ്മൾ ഓരോ പേജിലും പേജ് നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് പ്രായോഗികമല്ല. മാത്രവുമല്ല, ഇടയ്ക്കുന്ന പേജുകൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരുമ്പോഴോ ഇടയ്ക്ക് പേജുകൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും, അഡീഷണലായി ഇൻസേർട്ട് ചെയ്യേണ്ടി വരുമ്പോഴോ മാനുവൽ പേജ് നമ്പറിംഗ് ഒരിക്കലും പ്രായോഗികമല്ല. അതിനുള്ള ഒരു എളുപ്പവഴിയാണ് ഇൻഡിസൈനുള്ളത്, ഓട്ടോമാറ്റിക് പേജ് നമ്പറിംഗ്. ഓട്ടോമാറ്റിക് പേജ് നമ്പറിംഗിലൂടെ നമുക്ക് അനവധി സാധ്യതകളാണ് ഉള്ളത്. ഇടയ്ക്ക് നിന്ന് പേജുകളെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ അവസാനമോ ഇടയ്ക്കോ പേജുകളെ കൂട്ടിച്ചേർക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുമ്പോൾ പേജ് നമ്പറിംഗ് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കായി തന്നെ പേജ് നമ്പർ മാറിക്കൊണ്ടിരിക്കുന്ന അതെങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ആദ്യമായി ഞാൻ ഇതിന്റെ മാസ്റ്റർ പേജ് എടുക്കുന്നു. ഈ കാണുന്നത് ഇതിന്റെ കവർ പേജാണ്. ഇവിടെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഉണ്ട്, 8 പേജുകളുണ്ട്. ഇതാ ഇപ്പോൾ ഇതിൽ പേജ് നമ്പർ കൊടുത്തിട്ടില്ല. ടേബിൾസ് ഉണ്ട്, കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്ന ടേബിൾസ് ആണിത്. ഇതിന്റെ ലാസ്റ്റ് പേജ്. ഇതിന്റെ കവറിൽ കൊടുത്തിരിക്കുന്ന ഒരു എലിമെന്റ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ മാസ്റ്റർ പേജ് ഒന്ന് പരിചയം. ഇതെല്ലാം എ മാസ്റ്റർ ആണ്. ഒരേ മാസ്റ്റർ പേജ് മാത്രമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. 2 പേജ് ഉൾപ്പെടുന്ന എ മാസ്റ്റർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ താഴെ വശത്തായിട്ടാണ് പേജ് നമ്പർ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ താഴെ ഈ കാണുന്നത് ഈ ബുക്കിന്റെ പേരാണ്, ചിന്മയ വിദ്യാപീഠ് പ്രോസ്പെക്ടസ്. ഈ കൊടുത്തിരിക്കുന്ന ഈ എലിമെന്റിന് പറയുന്നത് ഫുട്ടർ എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഫുട്ടർ. ഇതിന് ഇതുപോലെ തന്നെ മേലെയും സാധാരണ കൊടുക്കാറുണ്ട്. അതിന് ഹെഡർ എന്നാണ് പറയുന്നത്. ഇതിന്റെ റൈറ്റ് പേജിലും അതുപോലെ തന്നെ ഒരു ഫുട്ടർ ഉണ്ട്. അത് ആ ഡിസൈനിന്റെ ഒരു എലിമെന്റ് ആണ്. ഡിസൈനിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഓട്ടോമാറ്റിക് പേജ് നമ്പർ കൊടുക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ W പ്രസ് ചെയ്യുന്നു. പേജിന്റെ ബോർഡറും ബ്ലീഡും ഗൈഡ്സും എല്ലാം കാണുന്നതിന് വേണ്ടി എനിക്ക് ഈ ഫുട്ടറിന്റെ സൈഡിലായി ഇവിടെയാണ് പേജ് നമ്പറിംഗ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. അതിനു മുമ്പായി ഞാനൊരു ഗൈഡ് ലൈൻ എടുക്കുന്നു. ഇത് റൂളേഴ്സ് ആണിത്. റൂളേഴ്സിൽ നിന്നും നമുക്ക് ഗൈഡ് ലൈൻ എടുക്കാവുന്നതാണ്. റൂളേഴ്സിനുള്ള ഷോർട്ട് കട്ട് കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് ഇൻ മാക്കിൻടോഷ് കൺട്രോൾ R ആണ്. കൺട്രോൾ R പ്രസ് ചെയ്താൽ വീണ്ടും അത് പ്രത്യക്ഷമാവുന്നതാണ്. ഞാൻ ടൈപ്പ് ടൂൾ എടുക്കുന്നു. ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ വരയ്ക്കുന്നു. അതിൽ ഞാൻ 1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിന്റെ അലൈൻമെന്റ് ഞാൻ കുറച്ചുകൂടി ഇടതുവശത്തേക്ക് മാറ്റുന്നു. ഇനി അതിന്റെ പൊസിഷൻ നമുക്കൊന്ന് നോക്കാം. ഞാൻ W പ്രസ് ചെയ്തു അതിനെ പ്രിവ്യൂ ആക്കുന്നു. ഓക്കെ, തരക്കേടില്ല. പോയിന്റ് സൈസ് വേണമെങ്കിൽ ഇതേ പോയിന്റ് സൈസ് ആക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇത് കോർബൽ എന്ന ഫോണ്ട് ആണ്, 10 പോയിന്റ് ആണ്. പേജ് നമ്പറിന് വേണ്ടി ഞാൻ ഇപ്പോൾ ചെയ്തത് 12 പോയിന്റ് ആണ്. അതിനെ 10 പോയിന്റ് തന്നെ ആക്കും. ഇനി എനിക്ക് ഇതേ ഫോണ്ട് തന്നെ വേണമെങ്കിൽ അതിനെ ആക്കാം. ഈ ചിന്മയ വിദ്യാപീഠ് എന്ന് ചെയ്തിരിക്കുന്ന അതേ ഫോണ്ട് തന്നെ ആക്കുന്നതിന് എനിക്ക് മറ്റൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ഐ ഡ്രോപ്പർ. ഐ ആണ് അതിന്റെ ഷോർട്ട് കട്ട്. ഐ ഡ്രോപ്പർ ഇതാ ടൂൾ ബോക്സിൽ നമുക്ക് കാണാവുന്നതാണ്. ഐ പ്രസ് ചെയ്തപ്പോൾ ഐ ഡ്രോപ്പർ ടൂളിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഐ ഡ്രോപ്പർ കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഐ ഡ്രോപ്പർ ഉപയോഗിച്ച് ആ ഫോണ്ടിനെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ചിന്മയ എന്നെഴുതിയിരിക്കുന്ന ആ ഫോണ്ടിന്റെ കളറും അതിന്റെ പോയിന്റ് സൈസസും അതിന്റെ ക്യാരക്ടറും എല്ലാം ഈ ഐ ഡ്രോപ്പറിൽ ലോഡ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഞാൻ പേജ് നമ്പറിന് വേണ്ടി വെച്ച ആ അതിനെ മാർക്ക് ചെയ്യുന്നു. ഇതാ ഇപ്പോൾ എനിക്ക് അതേ ഫോണ്ടും അതേ കളറും അതേ പോയിന്റ് സൈസും എനിക്ക് അവിടെ കിട്ടിയിരിക്കുന്നതാണ്. ഞാൻ അത് അൺഡു ചെയ്യണം. എനിക്ക് അതിന്റെ ആവശ്യം രണ്ടും തമ്മിൽ വ്യത്യസ്തമായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ആ ഫോണ്ട് തന്നെ ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. എനിക്ക് ഇതിനെ പേജ് നമ്പർ ആക്കി മാറ്റേണ്ടതുണ്ട്. പേജ് നമ്പർ ആക്കി മാറ്റുന്നതിനായി ഞാൻ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇൻസേർട്ട് സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്. ഇതിൽ മാർക്കേഴ്സിൽ കറന്റ് പേജ് നമ്പർ ഉള്ള ആ ഫോണ്ട് A ആയിരിക്കുകയാണ്. അത് നമുക്ക് പ്രശ്നമല്ല. നമുക്കത് പേജ് നമ്പർ തന്നെയായി മാറുന്നതാണ് പേജുകളിൽ. അതിന് വീണ്ടും മറ്റൊരു മാർഗമുണ്ട്, അൺഡു ചെയ്യുന്നു. ഇൻസേർട്ട് സ്പെഷ്യൽ ക്യാരക്ടർ കറന്റ് പേജ് നമ്പർ. ഇതും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ അത് A ആയിരിക്കുകയാണ്. ഞാൻ ആ ഗൈഡിലേക്ക് അതിനെ കുറച്ചുകൂടി താഴേക്ക് ഇറക്കി വെക്കുന്നു. ഇപ്പോൾ ആ ഗൈഡിൽ കറക്റ്റ് ആയിരിക്കുകയാണ്. എനിക്കിനി റൈറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതിനെ കോപ്പി ചെയ്യുന്നു, Ctrl C അല്ലെങ്കിൽ കമാൻഡ് C ഓൺ മാക്. ഇപ്പോൾ റൈറ്റ് സൈഡിലും ഞാൻ ഒരു ഗൈഡ് എടുത്തു വെക്കുകയാണ്. എനിക്ക് അതിനെ Ctrl V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്തു. ഞാൻ അതിനെ റൈറ്റ് അലൈൻമെന്റ് ചെയ്യുകയാണ്. ഷിഫ്റ്റ് Ctrl R അല്ലെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് R ഇൻ മാക്. ഞാൻ അതിനെ ഇതാ ഇവിടെ വെച്ചു. ഇപ്പോൾ ഒന്ന് W പ്രസ് ചെയ്ത് പ്രിവ്യൂവിൽ ഞാനൊന്ന് നോക്കുകയാണ്. കൊള്ളാം, എനിക്ക് അങ്ങനെ തന്നെ മതി. ഇനി നമുക്ക് പേജസിൽ അതിനെ ഒന്ന് പരിശോധിക്കാം. ഇതാ പേജസിൽ അത് വന്നു കഴിഞ്ഞു. അതിന്റെ 1 വന്നു കഴിഞ്ഞു, 3 വന്നു, 5 വന്നു. എല്ലാ പേജ് നമ്പറുകളും ഇവിടെ വന്നിരിക്കുകയാണ്. 15 വന്നു. ഇനി രണ്ടാം പേജ് നമ്പർ നോക്കാം. 2, 4, 6, 8, 10 എല്ലാ പേജ് നമ്പറും വന്നിരിക്കുകയാണ്. എനിക്ക് പേജുകളിൽ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ഇത് മാസ്റ്റർ പേജിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എലിമെന്റ് ആണ്. പേജുകളിൽ സെലക്ട് ചെയ്യാം. എനിക്ക് ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് എനിക്കതിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് പേജ് നമ്പറിംഗ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ 2 പേജുകളെ ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ 8
8ാമത്തെ പേജ് ഉള്ളത് 8ാമത്തെ പേജ് നമ്പറാണ് ഇതിലുള്ളത്. 8ാമത്തെ പേജും ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേജ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് സ്പ്രെഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഡിലീറ്റ് സ്പ്രെഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് വാർണിംഗ് ചോദിക്കുന്നുണ്ട് ഡിലീറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. കാരണം അതിൽ ഒരുപക്ഷെ ലിങ്ക്ഡ് ടെക്സ്റ്റും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് നഷ്ടമാകും. നമുക്ക് അത് വേണമോ വേണ്ടയോ എന്ന് വാർണിംഗ് ചോദിക്കുകയാണ്. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ മറ്റൊരു എലമെന്റ് ആയിരിക്കുകയാണ് 8ാം പേജ്. 8ാം പേജിൽ പേജ് നമ്പർ ഓട്ടോമാറ്റിക്കായി വന്നിരിക്കുന്നു, 8 തന്നെ വീണ്ടും വന്നിരിക്കുന്നു. പക്ഷേ 8ാമത്തെ പേജിൽ ഉണ്ടായിരുന്ന എലമെന്റ് എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. 9 പേജുകൾ നഷ്ടപ്പെട്ടു. പകരം മുൻപുണ്ടായിരുന്ന 10, 11 പേജുകൾ 8, 9 പേജുകളായി മാറിയിരിക്കുകയാണ്. അത് അൺഡു ചെയ്യുന്നു. ഇപ്പോൾ ഓട്ടോമാറ്റിക് പേജ് നമ്പറിംഗ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി ഇതിൽ മറ്റൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ 1ാം പേജ് ഇതിന്റെ കവർ പേജാണ്. ഈ കവർ പേജിൽ എനിക്ക് യഥാർത്ഥത്തിൽ പേജ് നമ്പർ ആവശ്യമില്ല. അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? എനിക്ക് ആക്ച്വലി 1ാം പേജിലും ഇത് 2ാം പേജ് കവർ ഇൻസൈഡ് ആണ്, അതിലും പേജ് നമ്പർ ആവശ്യമില്ല. എനിക്ക് 3ാം പേജ് മുതലാണ് എനിക്ക് പേജ് നമ്പർ ആവശ്യമുള്ളൂ. അതായത് ടേബിൾ ഓഫ് കണ്ടന്റ്സിന്റെ പേജ് മുതലാണ് എനിക്ക് പേജ് നമ്പർ ആവശ്യമുള്ളൂ. 1ഉം 2ഉം പേജുകളിൽ പേജ് നമ്പർ ആവശ്യമില്ല. അത്രയുമല്ല, 3ാം പേജിൽ എനിക്ക് 1 എന്നുള്ള പേജ് നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്. അതിന് ഡിസൈനിൽ ഒരു എളുപ്പമാർഗമുണ്ട്. അതിനായി നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാവുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്കും കൂടുതൽ അധ്യായങ്ങൾക്കുമായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.